നമസ്കാരം, ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രീമിയർ പ്രോന്റെ അകത്ത് ടെക്സ്റ്റിന്റെ ഉള്ളിലായിട്ട് വീഡിയോ കാണുന്ന ഒരു പ്രത്യേകതരം ടൈറ്റിൽ ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെ, ചില സിനിമകളിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളിപ്പോൾ കൂടുതലായി ഡാവിഞ്ചി റിസോർട്ടിന്റെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ 2025 കൂടി പ്രീമിയർ, FCP, ഡാവിഞ്ചി എന്ന് പറഞ്ഞ എല്ലാ എഡിറ്റിംഗ് മേഖലയിലും ആഫ്റ്റർ എഫക്ട്, ന്യൂക്ക് എല്ലാ രീതിയിലും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുമോ നോക്കാം. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് VFX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അല്ലേ, അതിന് ഞാനൊരു വീഡിയോ ഫുട്ടേജിന് വേണ്ടി സെലക്ട് ചെയ്തു. ഡിഫോൾട്ട് ആയിട്ട് ഇവർ തന്നെ തരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇവിടേക്ക് ആഡ് ചെയ്യുക. ബേസിക് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ബേസിക് വീഡിയോസ് കൊടുക്കാം കേട്ടോ. അത് കണ്ടു നോക്കിയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചെറിയൊരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. ഇതിന് വേണ്ടി റൈറ്റ് സൈഡിൽ വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ എഫക്റ്റിൻ്റെ ഒരു പാനൽ കാണാൻ പറ്റില്ലേ. അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ സെർച്ച് ചെയ്യാം. ട്രാക്ക് മെയ്റ്റ് കീ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലഗിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ഇവിടെ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് വേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു പേര്, ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഡാർക്ക് വുൾഫിൻ്റെ പേര് തന്നെ എഴുതുകയാണ്. ഇനി നമുക്ക് തിരിച്ച് ഈ ഒരു ആരോ കീയിൽ തന്നെ വന്ന ശേഷം ഷോർട്ട് കട്ട് V ആണ്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ ഇതേപോലെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്ന എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് എഫക്റ്റ് കൺട്രോൾ കാണാൻ പറ്റും. എഫക്റ്റ് കൺട്രോളിൻ്റെ അകത്ത് വന്നിട്ട് നമുക്കിവിടെ ഒന്നും കാണുന്നില്ല, ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, വെക്റ്റർ മോഷൻ്റെ തൊട്ട് താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ നമുക്ക് വേണ്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ വേണ്ടത്. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു, കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു ഫോണ്ട്, അതായത് ഏരിയൽ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ്. നിങ്ങളുടെ സിസ്റ്റത്തിലും ഇത് കാണാൻ പറ്റും കേട്ടോ. എല്ലാ സിസ്റ്റത്തിലും വരുന്നൊരു ഡിഫോൾട്ട് ഫോണ്ടാണ്. ഇത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാം. ബേസിക്കലി പറയുന്നുണ്ട്. ഇനി ഞാൻ ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും ഒരേ ലെങ്ത് ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നേരെ എഡിറ്റിൽ വന്ന് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും. ട്രാക്ക് മെയ്റ്റ് കീ എന്ന് കാണാൻ പറ്റും. ഇതിങ്ങനെ ഓഫ് ആണെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് മെയ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. മെയ്റ്റിൻ്റെ അകത്ത് നണ്ണാണ്ട്, അത് മാറ്റിയിട്ട് വീഡിയോ 2 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ അല്ലേ, വീഡിയോ 2 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയറിലുള്ള വീഡിയോ ഏതാണ്, നമ്മുടെ ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് അത് മാച്ച് ആയി. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടിയില്ല. അതിന് ചെറിയൊരു ആനിമേഷൻ കൂടെ കൊടുക്കുക. എങ്ങനെ കൊടുക്കാം, ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവെക്കുക. ഈ ഡാർക്ക് വുൾഫിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എഴുതിയ ആ ടെക്സ്റ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും എഡിറ്റിൻ്റെ അകത്ത് വരിക. കൺട്രോൾസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വെക്റ്റർ ആനിമേഷൻ എന്ന് കാണാൻ പറ്റില്ലേ, അതൊന്ന് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ കണ്ട ഒരു കീ ഫ്രെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ, അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്ത ശേഷം ഇവിടെ സ്കെയിലും പൊസിഷനും ഓരോ കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഇതിനെ മാക്സിമം സൂം ചെയ്യുക. ഇവിടെ പിടിച്ചിങ്ങനെ മുന്നോട്ടേക്ക് ബാക്കോട്ട് വലിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യമല്ലേ. സ്കെയിലിൽ മാത്രം കൊടുത്താൽ മതി. പൊസിഷൻ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ കണ്ട ഇവിടെ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. ഞാനിത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് മാക്സിമം ഇതിനെ സൂം ചെയ്ത് വെച്ചു. ഇപ്പം നോക്കുക, വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണേ. വീഡിയോ പ്ലേ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഒന്നെങ്കിൽ ജമ്പ് ചെയ്ത് വരാം, അല്ലെങ്കിൽ സ്ലോ ചെയ്ത് വരാം. ജമ്പ് ചെയ്ത് വരണമെങ്കിൽ ജസ്റ്റ് 1-2 ഫ്രെയിം മുന്നോട്ടേക്ക് പ്ലേ ഹെഡർ നീക്കി വെച്ച ശേഷം ഈ ഒരു സ്കെയില് ബാക്കോട്ടേക്ക് ചെറുതാക്കുക. അതിന് മാക്സിമം നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ ആ വലിപ്പത്തിൽ, മിനിമം എത്രത്തോളം സൈസ് വേണോ ആ സൈസിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ പൊസിഷനും ഇതേപോലെ നമുക്ക് വേണ്ട ഒരു രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. കണ്ടോ, ഈ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേ ഹെഡർ ഇവിടുന്ന് മൂവ് ചെയ്ത് കേട്ടോ. ഇപ്പം ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് നോക്കിയോ, കണ്ടോ, ഇതേപോലെ സൂം തന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് സ്പീഡ് കുറച്ചാണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് ഒന്നെങ്കിൽ കീ ഫ്രെയിമിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ റീസെറ്റ് ചെയ്യാം. ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റീസെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവെക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സൂം, നമുക്ക് വേണ്ടത്ര സൂം കൊടുക്കുക. നേരത്തെ പറഞ്ഞ അതേ സംഭവം കേട്ടോ. ഞാൻ തൽക്കാലം ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. ഇനി ഏകദേശം ഇവിടേക്ക് കൊണ്ടുവച്ച ശേഷം ആ ഒരു സ്കെയില് ചെറുതാക്കിയിട്ട് അതേപോലെ പൊസിഷനും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ. ജസ്റ്റ് നേരത്തെ കാണിച്ച അതേ സംഭവം ആയതുകൊണ്ട് സ്പീഡ് കാണിക്കുന്നത്. ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നോക്കിക്കോ, വളരെ മെല്ലെ സംഭവം ഇങ്ങനെ മതി ഉണ്ടോ. നമുക്ക് തിരിച്ച് ഈ ലെക്ടറിൻ്റെ അകത്തുനിന്ന് വീഡിയോയിലേക്ക് പോകണമെങ്കിലോ അതും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേ കീ ഫ്രെയിം തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്യാൻ പോണേ. വീണ്ടും ഇതേപോലെ തന്നെ വന്നിട്ട് ഈ 2 കീ ഫ്രെയിമുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കീ ഫ്രെയിം എഡിറ്റ് ചെയ്താലും മതി കേട്ടോ. എന്നാലും ആദ്യം മുതൽ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ പറയാം കേട്ടോ. ഡാർക്ക് വുൾഫിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഇവിടെ തന്നെ വെച്ചുകൊണ്ട് 2ലും പൊസിഷനിലും സ്കെയിലിലും ഓരോ കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം.
എന്ത് ചെയ്യുക, കുറച്ച് മുന്നോട്ടേക്ക് നമുക്ക് എത്ര സ്പീഡിൽ വേണം അതിനനുസരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവയ്ക്കുക. മെല്ലെ മതിയെങ്കിൽ മാക്സിമം മുന്നോട്ട് കൊണ്ടുവരിക, സ്പീഡിൽ വരണമെങ്കിൽ തൊട്ടടുത്തേക്ക് വെക്കുക. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഞാൻ മാക്സിമം ഇതിനൊന്ന് സൂം ചെയ്യാൻ പോവാണ്. അതങ്ങ് സൂം ചെയ്ത് അങ്ങനെ അങ്ങ് പോയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, മാക്സിമം സൂം ചെയ്ത് കൊണ്ടുവരിക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം ഇവിടെ പിടിച്ചിങ്ങനെ മുന്നോട്ടേക്ക് ബാക്കോട്ട് വലിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയോ, കണ്ട നേരത്തെ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ആദ്യം പേരെഴുതി കാണിച്ചിട്ട് പേരെഴുതി കാണിക്കുന്നത് കുറച്ച് കൂടുതൽ നേരം വേണമെങ്കിൽ എന്ത് ചെയ്യുക, എവിടേക്കും കൊണ്ടുവച്ചിട്ട് ഇവിടെ കീ ഫ്രെയിം അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ചെയ്തു പോയാൽ എന്ത് ചെയ്യണം, നമ്മൾ നേരെ വന്നിട്ട് കീ ഫ്രെയിംസ് ഇവിടെ കാണാൻ പറ്റുമല്ലോ, ഇവിടെ എല്ലാ കീ ഫ്രെയിംസും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ പിടിച്ചിട്ട് ലേശം മുന്നോട്ടേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കോ, കുറച്ച് കൂടുതൽ നീക്കി വെക്കട്ടെ, ഒരു നടുവിലേക്ക് കൊണ്ടുവച്ചു. ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഡാർക്ക് കളറുള്ള പേര് കാണിച്ചുകൊണ്ട് അതിനിങ്ങനെ സൂം ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വളരെ അടിപൊളിയുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഓർഡറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ അകത്ത് വരാം, എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിലും ചാറ്റ് ചെയ്യണമെങ്കിലും ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.